കലാമൂല്യമുള്ള ചിത്രങ്ങൾക്ക് അംഗീകാരവുമായി 47ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ. കമ്മട്ടിപ്പാടത്തിലൂടെ വിനായകൻ മികച്ച നടനും, അനുരാഗ് കരിക്കിൻ വെള്ളത്തിലൂടെ രജിഷ വിജയൻ മികച്ച നടിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. മാൻഹോൾ മികച്ച ചിത്രവും വിധു വിൻസെന്റ് മികച്ച സംവിധായകയുമായി. കാടുപൂക്കുന്ന നേരം 5 പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി. സാംസ്കാരിക വകുപ്പ് മന്ത്രി എ.കെ. ബാലനാണ് 47ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചത്. മികച്ച കഥാചിത്രം മാൻഹോൾ, മികച്ച സംവിധായക വിധു വിൻസെന്റ്, മികച്ച നടൻ വിനായകൻ ടി.കെ, ചിത്രം കമ്മട്ടിപ്പാടം, മികച്ച നടി രജിഷ വിജയൻ, ചിത്രം അനുരാഗ കരിക്കിൻ വെള്ളം. യാഥാർത്ഥ്യബോധമുള്ള കഥാപശ്ചാത്തലത്തിൽ നിന്ന് മനുഷ്യന്റെ പച്ചയായ കഥ പറയുന്ന രാജീവ് രവി ചിത്രമായ കമ്മട്ടിപ്പാടത്തിലെ ഗംഗയെ യാഥാർത്ഥ്യമാക്കിയതാണ് വിനായകനെ മികച്ച നടനാക്കിയത്. അനുരാഗ കരിക്കിൻ വെള്ളം എന്ന ചിത്രത്തിൽ പുതിയ കാലഘട്ടത്തിലെ സ്ത്രീ കഥാപാത്രത്തിന്റെ പ്രണയവും സങ്കീർണമായ ജീവിതവും തനതായി അവതരിപ്പിച്ച് രജിഷ വിജയൻ മികച്ച നടിയായി. വിധു വിൻസെന്റിന്റെ മാൻഹോളാണ് മികച്ച ചിത്രം. സമൂഹത്തിൽ ആരും കാണാതെ പോകുന്ന മാൻഹോൾ ജീവനക്കാരുടെ ദുരിതം ശക്തമായി ആവിഷ്കരിച്ചതാണ് ചിത്രത്തിനെ പുരസ്കാരത്തിന് അർഹമാക്കിയത്. വിധു വിൻസെന്റാണ് മികച്ച സംവിധായികയും. സന്തോഷ് ബാബുസേനൻ, സതീഷ് ബാബുസേനൻ എന്നിവരുടെ ഒറ്റയാൾ പാത മികച്ച രണ്ടാമത്തെ ചിത്രമായി. കമ്മട്ടിപ്പാടത്തിലെ അഭിനയത്തിന് മണികണ്ഠനാചാരി മികച്ച സ്വഭാവ നടനും, ഓലപ്പിയിലൂടെ കാഞ്ചന മികച്ച സ്വഭാവ നടിയുമായി. ഗപ്പിയിലൂടെ ചേതൻ ജയലാലും, കൊച്ചൌലോ പൌലോ അയ്യപ്പ കൊയ്ലോയിലൂടെ അബേനി ആദി മികച്ച ബാലതാരങ്ങളുമായി. മികച്ച കഥാകൃത്ത് സലീം കുമാർ, ചിത്രം കറുത്ത ജൂതൻ. മികച്ച ഛായാഗ്രാഹകൻ എം.ജെ. രാധാകൃഷ്ണൻ, ചിത്രം കാടുപൂക്കുന്ന നേരം. തിരക്കഥാകൃത്ത് ശ്യാം പുഷ്കരൻ, ചിത്രം മഹേഷിന്റെ പ്രതികാരം. ഗാനരചയിതാവ് ONV കുറുപ്പ്. കാംബോജിയയിലെ നടവാതിൽ തുറന്നില്ല എന്ന ഗാനത്തിന്. കാംബോജിയയിലെ തന്നെ ഗാനങ്ങളിലൂടെ M. ജയചന്ദ്രൻ മികച്ച സംഗീത സംവിധായകനുമായി. പശ്ചാത്തല സംഗീത സംവിധായകൻ ഗപ്പിയിലെ ഗാനങ്ങൾക്ക് വിഷ്ണു വിജയ് നേടി. ഗപ്പിയിലെ തനിയെ മിഴികൾ എന്ന ഗാനത്തിലൂടെ സൂരജ് സന്തോഷ് ഗായകനും, കാംബോജിയയിലെ നടവാതിൽ തുറന്നില്ല എന്ന ഗാനത്തിലൂടെ ചിത്ര മികച്ച ഗായികയുമായി. ഒപ്പത്തിലെ വാസുവിന് ശബ്ദം നൽകിയ വിജയ് മോഹൻ മേനോനും, ഓലപ്പിയിലെ മുത്തശ്ശിക്ക് ശബ്ദം നൽകിയ M. തങ്കമണിയും മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളായി. ജനപ്രിയ ചിത്രം ദിലീഷ് പോത്തന്റെ മഹേഷിന്റെ പ്രതികാരം. കിസ്മത്തിലൂടെ ഷാനവാസ് കെ ബാവക്കുട്ടി മികച്ച നവാഗത സംവിധായകനുമായി. അഭിജിത്തിന്റെ കോലുമിഠായി മികച്ച കുട്ടികളുടെ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഒറ്റയാൾ പാതയിലൂടെ കെ. കലാധരൻ, ആറടിയുടെ കഥയ്ക്ക് E. സന്തോഷ് കുമാർ, മിന്നാമിനുങ്ങിലൂടെ സുരഭി, ഗപ്പിയുടെ ഛായാഗ്രഹണത്തിന് ഗിരീഷ് ഗംഗാധരൻ എന്നിവർ പ്രത്യേക ജൂറി പരാമർശവും നേടി. A.K. ബീർ അധ്യക്ഷനായ 10 ജൂറിയാണ് അവാർഡുകൾ തെരഞ്ഞെടുത്തത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാന ചലച്ചിത്ര അവാർഡിനോടനുബന്ധിച്ച് A.K. ബീർ അധ്യക്ഷനായ ജൂറി 5 നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിന് കൈമാറി. പരീക്ഷണ സ്വഭാവമുള്ള ചിത്രങ്ങൾ, സ്പെഷ്യൽ വിഷ്വൽ എഫക്ട് ചിത്രങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക അവാർഡ് നൽകണമെന്ന് ജൂറി ശുപാർശ ചെയ്യുന്നു. സംസ്ഥാന അവാർഡിനെത്തിയ ചിത്രങ്ങളുടെ മികവും കുറവും ജൂറി ചൂണ്ടിക്കാട്ടി. 68 ചിത്രങ്ങളാണ് ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അവാർഡിനായി A.K. ബീർ അധ്യക്ഷനായ 10 ജൂറിക്ക് മുന്നിൽ എത്തിയത്. ഒരുപിടി ചിത്രങ്ങൾ മികച്ച നിലവാരം പുലർത്തിയപ്പോൾ കൂടുതൽ സിനിമകളും സംസ്കാരവും മനുഷ്യസ്പർശിയുമായിരുന്നില്ലെന്നും ജൂറി വിലയിരുത്തി. And probably a little bit of guidance can make all these efforts very extraordinary, and ultimately it will help in the development of this cinematic culture as far as the state is concerned, and even to an extent like the nation is concerned, and to a little more farther like the international arena is concerned. 5 സുപ്രധാന നിർദ്ദേശങ്ങളും ജൂറി സംസ്ഥാന സർക്കാരിന് കൈമാറി. മന്ത്രി A.K. ബാലൻ. പരീക്ഷണ സ്വഭാവമുള്ള ചിത്രങ്ങളാണ് ചലച്ചിത്ര മാധ്യമത്തെ മുന്നോട്ട് നയിക്കുന്നത്. ആയതിനാൽ അത്തരം ശ്രമങ്ങളുള്ളതും കലാപരമായി മികച്ചതുമായ ചിത്രങ്ങൾക്കായി ഒരു പ്രത്യേക അവാർഡ് ഏർപ്പെടുത്തേണ്ടതാണ്. 2. സ്പെഷ്യൽ വിഷൻ ഇഫക്റ്റിൻ്റെ സാധ്യതകൾ ഫലപ്രദമായും കലാപരമായും ഉപയോഗിക്കുന്ന ചലച്ചിത്രങ്ങൾക്ക് ഒരു അവാർഡ് ഏർപ്പെടുത്തേണ്ടതാണ്. മികച്ച നടനും നടിക്കുമുള്ള അവാർഡുകൾ പരിഗണിക്കുമ്പോൾ സ്വന്തം ശബ്ദം നൽകിയവർക്ക് മുൻഗണന നൽകണം. ഒഴിച്ചുകൂടാനാകാത്ത സാഹചര്യത്തിൽ മാത്രം ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ ശബ്ദം നൽകിയ കഥാപാത്രങ്ങളെ പരിഗണിക്കേണ്ടതുള്ളൂ എന്നും ജൂറി നിർദ്ദേശങ്ങളിൽ പറയുന്നു. മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് നേടിയ ചിത്രങ്ങൾ സർക്കാർ സഹായത്തോടെ പ്രദർശിപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തണം. 1ഉം 2ഉം അവാർഡുകൾ നേടിയ ചിത്രങ്ങൾക്ക് കുറഞ്ഞത് 10 ലക്ഷം രൂപയെങ്കിലും സബ്സിഡി നൽകേണ്ടതാണെന്നും ജൂറി നിർദ്ദേശങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അർഹതയ്ക്കുള്ള അംഗീകാരം തേടിയെത്തിയതിന്റെ സന്തോഷത്തിലാണ് നടന്മാരായ വിനായകനും മണികണ്ഠനും. മികച്ച നടനായി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി വിനായകനെ തെരഞ്ഞെടുത്തപ്പോൾ കൊച്ചിയിലെ കമ്മട്ടിപ്പാടം മുഴുവൻ ഉത്സവ ലഹരിയിലായിരുന്നു. അവാർഡ് ജേതാക്കൾക്ക് വലിയ സ്വീകരണമാണ് നാട്ടുകാർ ഒരുക്കിയത്.
സിനിമയിലെത്തി വർഷങ്ങളായെങ്കിലും വിനായകൻ എന്ന നടന്റെ പ്രതിഭ പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത് കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിലൂടെയായിരുന്നു. പാവപ്പെട്ടവന്റെ ജീവിതം ചവിട്ടിയരയ്ക്കുന്ന മുതലാളി വർഗത്തിന്റെ നിശബ്ദ ക്രൂരതയുടെ രാഷ്ട്രീയം പറയുന്ന കമ്മട്ടിപ്പാടത്തിൽ വ്യത്യസ്തത കൊണ്ട് ഞെട്ടിച്ചത് വിനായകന്റെ ഗംഗ എന്ന് വിളിപ്പേരുള്ള ഗംഗാധരന്റെ കഥാപാത്രമാണ്. വിനായകന്റെ അഭിനയ പാടവം അംഗീകരിച്ച് മികച്ച നടനായി തെരഞ്ഞെടുത്തപ്പോൾ കമ്മട്ടിപ്പാടം എന്ന സ്വന്തം നാട് മുഴുവൻ ആഹ്ലാദത്തിലായിരുന്നു. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും അവർ വിനായകന്റെ വിജയം ആഘോഷിച്ചു. അവാർഡ് ലബ്ധിയിൽ ഏറെ സന്തോഷമുണ്ടെന്നും മരണം വരെയും അഭിനയം തുടരുമെന്നും വിനായകൻ പ്രതികരിച്ചു. ഗംഗയ്ക്ക് കിട്ടിയതല്ലേ വിനായകന് കിട്ടിയ അംഗീകാരം എന്ന് പറയാം. ഇല്ല, എനിക്ക് ഒരിക്കലും മധുരം ഉണ്ടായിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ. ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടുള്ളൂ. ഇനി അത് ഫുഡ് കഴിക്കണം, പായസം കഴിഞ്ഞാൽ അവസാനം മധുരത്തിലെത്തട്ടെ, സമയമാകട്ടെ. തുടങ്ങിയുള്ളൂ. ഇപ്പൊ 20 കൊല്ലത്തിൽ ഇന്നാ തുടങ്ങിയത്. കമ്മട്ടിപ്പാടത്തിലെ തന്നെ പ്രകടനത്തിനാണ് മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം മണികണ്ഠന് ലഭിച്ചത്. സിനിമയുടെ ആദ്യ പകുതിയിൽ ശ്രദ്ധാകേന്ദ്രമായി നിറഞ്ഞു നിന്ന മണികണ്ഠൻ മികവ് പുലർത്തിയതായി അവാർഡ് ജൂറി വിലയിരുത്തി. എറണാകുളത്തിന്റെ കഥ പറഞ്ഞ കമ്മട്ടിപ്പാടത്തിലെ അഭിനയത്തിന് എറണാകുളത്തുകാർക്ക് തന്നെ അംഗീകാരം ലഭിച്ചുവെന്ന അപൂർവതയും സംസ്ഥാന ചലച്ചിത്ര അവാർഡിനുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സന്തോഷമുണ്ടെന്നും ഈ പുരസ്കാരത്തോടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചെന്നും മികച്ച സംവിധായികയായി തെരഞ്ഞെടുക്കപ്പെട്ട വിധു വിൻസെന്റ് പറഞ്ഞു. ഉത്തരവാദിത്വമാണ് എനിക്ക് തോന്നുന്നത്, ഞങ്ങളുടെ ടീമിന് തോന്നുന്നത്. ഞങ്ങളുടെ ടീമിന് ഞങ്ങളുടെ ഒപ്പം നിന്ന, ഒരുപക്ഷെ ഒട്ടും റെമ്യൂണറേഷൻ പോലും ആഗ്രഹിക്കാതെ ഞങ്ങളുടെ ടീമിനൊപ്പം നിന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവർക്കെല്ലാവർക്കുമുള്ള നന്ദി പറയാൻ കൂടിയിട്ട് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നു. ഒപ്പം IFFKയുടെ സമയത്തും പിന്നീടും മാധ്യമപ്രവർത്തകർ നൽകിയിട്ടുള്ള നിർലോഭമായ സഹകരണമുണ്ട്. അത് എൻ്റെ ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ്. ഞാൻ ബിലോങ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മാധ്യമപ്രവർത്തകയായിട്ട് തന്നെയാണ്. അപ്പം എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറയാൻ കൂടിയിട്ട് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നു. താങ്ക് യു സോ മച്ച്. രജിഷ വിജയനെ മികച്ച നടിയായി തിരഞ്ഞെടുത്തു. ആരാധകർ പ്രതീക്ഷിച്ച ഒട്ടേറെ പേരെ കടത്തിവെട്ടിയാണ് രജിഷ വിജയൻ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയത്. പ്രേക്ഷകരോട് പറയാനുള്ള നന്ദി മാത്രമാണ്. കാരണം എലിയെ പോലെയുള്ളൊരു കഥാപാത്രത്തെ നിങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ് എനിക്ക് തരുന്ന ഏറ്റവും വലിയൊരു പ്രചോദനം. കാരണം ഒരു ആദ്യത്തെ സിനിമയാണ്, ആദ്യമായിട്ടാണ് ക്യാമറ ഫേസ് ചെയ്ത് അഭിനയിച്ച് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇനി സിനിമകൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ഡൗട്ട് അടിച്ച് നിന്ന സമയത്താണ് എലിയെ നിങ്ങൾ സ്വീകരിച്ചത്. അപ്പം ഒരു അഭിനേത്രിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത് ഓഡിയൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു അപ്രൂവലാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവാർഡ് കിട്ടിയപ്പം സന്തോഷത്തെക്കാളും എല്ലാത്തിനേക്കാളും എനിക്കുള്ളത് ചെറിയൊരു പേടിയാണ്. കാരണം ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കഥാപാത്രങ്ങൾ, അത് ഇതും കൂടെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും ആൾക്കാർ വിലയിരുത്താൻ പോകാൻ ആലോചിക്കുമ്പോൾ ശരിക്കും നല്ല പേടിയുണ്ട്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ പീഡിപ്പിക്കേണ്ട സംഭവത്തിൽ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടികൾക്ക് ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പോക്സോ ഉൾപ്പെടെ 11 കേസുകളാണ് പ്രതികൾക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. പെൺകുട്ടികൾ ക്രൂരമായ ലൈംഗിക പീഡനത്തിനാണ് ഇരയായത്. 6 പ്രതികളുടെ അറസ്റ്റ് കൽപ്പറ്റ പോലീസ് രേഖപ്പെടുത്തി. കുട്ടികളുടെ രഹസ്യമൊഴിയും മജിസ്ട്രേറ്റിന് മുമ്പാകെ രേഖപ്പെടുത്തും. അറസ്റ്റിലായവരിൽ 2 പേർ യത്തീംഖാനയ്ക്ക് സമീപമുള്ള ഹോട്ടൽ ഉടമകളാണ്. മറ്റു 4 പേർ ഇവരുടെ സുഹൃത്തുക്കളും. 2 മാസമായി പീഡനം തുടർന്നതായി കൽപ്പറ്റ ഡിവൈഎസ്പി മുഹമ്മദ് ഷാഫി സ്ഥിരീകരിച്ചു. പീഡന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയൊന്നും മറ്റുമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമെന്നും ഡിവൈഎസ്പി പറഞ്ഞു. ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം അസമയത്ത് ഒരു കുട്ടിയെ ഇതിനെ സമീപിച്ച് വെച്ചിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫ് കണ്ടു. അങ്ങനെ ചോദ്യം ചെയ്തു. അതിനെ തുടർന്നാണ് നമുക്ക് ഇങ്ങനൊരു പരാതി വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അഡ്മിനിസ്ട്രേറ്ററുടെ പരാതി പ്രകാരം നമ്മളൊരു കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസ് അന്വേഷണം നടത്തി 6 പ്രതികളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അനൂപ് KR, വയനാട്. വാളയാറിൽ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പീപ്പിളിന്. 9 വയസ്സുകാരുടെ മരണത്തിൽ കൊലപാതക സാധ്യത അന്വേഷിക്കണമെന്ന് റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. പെൺകുട്ടിയെ നിരവധി തവണ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. പാലക്കാട് ജില്ലാശുപത്രിയിലെ ഫോറൻസിക് മെഡിസിൻ സീനിയർ കൺസൾട്ടന്റും പോലീസ് സർജനുമായ ഡോക്ടർ PB ഗുജറാൾ തയ്യാറാക്കിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് നിർണായക വിവരങ്ങളുള്ളത്. 9 വയസ്സുകാരി നിരവധി തവണ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയായിട്ടുണ്ട്. കഴുത്തുമുറുകി ശ്വാസം മുട്ടിയാണ് മരണം. തൂങ്ങി മരിച്ച സ്ഥലവും കുട്ടിയുടെ പ്രായവും കണക്കാക്കുമ്പോൾ കൊലപാതക സൂചനയാണ് നൽകുന്നത്. 122 സെന്റിമീറ്റർ ഉയരവും 22 കിലോഗ്രാം ഭാരവുമുള്ള കുട്ടിക്ക് വീടിന്റെ ഉത്തരത്തിൽ തനിയെ തൂങ്ങുക പ്രയാസമാണ്. സ്വയം തൂങ്ങിയതോ ബലമായി തൂക്കിയതോ ആവാമെന്നും റിപ്പോർട്ടിൽ സൂചനയുണ്ട്. അതുകൊണ്ട് തന്നെ കൊലപാതക സാധ്യതയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു. കുട്ടിയുടെ പിൻഭാഗത്ത് പരിക്കേറ്റ പാടുകളുണ്ട്. ഇത് നിരവധി തവണ പീഡിപ്പിക്കപ്പെട്ടതിന്റെ സാധൂകരണമാണ്. ശരീരത്തിൽ മറ്റ് മുറിവുകളില്ല. അന്വേഷണം ബന്ധുവിനെ കേന്ദ്രീകരിച്ചാണ് പുരോഗമിക്കുന്നത്. AK ലതീഷ്, പാലക്കാട്. വാളയാറിൽ മൂത്ത മകളെ ബന്ധു ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നെന്ന് അമ്മ പോലീസിന് മൊഴി നൽകി. കുറ്റം അയാൾ തന്നെ ചെയ്തിട്ടുണ്ടാകുമെന്നും ഉറപ്പാണെന്നും അമ്മ മാധ്യമങ്ങളോട് പറയുന്നു. മൂത്ത കുട്ടിനെ കൊണ്ട് ശരിയില്ലാണ്ട് പെരുമാറി ഞങ്ങൾ നേരിട്ട് അച്ഛനും ഞാനും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണ സംശയമുണ്ട്.
അവൻ എന്തായാലും അങ്ങനെ ഇത്രയും ചെറിയ കുട്ടീനെ കൊണ്ട് ഈ രീതിയിലൊക്കെ പെരുമാറിയപ്പോൾ പിന്നെ എന്തും ചെയ്യാൻ മടിക്കൂല എന്നുള്ള കാര്യം കൺഫേമാണ്. വാളയാറിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട് മരിക്കാനിടയായ സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് വി എസ് അച്യുതാനന്ദൻ. മൂത്ത പെൺകുട്ടിയുടെ മരണം പീഡനം മൂലമാണെന്ന് വാർത്ത വന്നിട്ടും അത് ദുരൂഹ മരണമാക്കി ലാഘവത്തോടെ കാണുകയാണ് പോലീസ് ചെയ്തത്. പോലീസിന്റെ നിഷ്ക്രിയത്വമാണ് രണ്ടാമത്തെ കുട്ടിയുടെ മരണത്തിനിടയാക്കിയതെന്നും വി എസ് പറഞ്ഞു. പീഡനത്തിനിരയായി മരിച്ച കുട്ടികളുടെ മാതാപിതാക്കൾക്ക് സർക്കാർ അടിയന്തരമായി ധനസഹായം നൽകണമെന്നും വി എസ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. വയനാട്ടിലെ യത്തീംഖാനയിലെ 7 പെൺകുട്ടികൾ ക്രൂരമായ പീഡനത്തിനിരയായതായി പി കെ ശ്രീമതി MP. കുട്ടികളെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പി കെ ശ്രീമതി. അവർ ശരിക്കും വലയിൽ കുരുക്കുകയായിരുന്നു. അവരെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി ഇവരുടെ ഫോട്ടോ, പലവിധത്തിലുള്ള ഫോട്ടോയും വീഡിയോയും എടുത്ത് ഇവരെ തന്നെ കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് ഇവരെ വിട്ടത്. അതുകൊണ്ട് ആരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ നിങ്ങളെ കൊന്നുകളയും എന്നുള്ള രീതിയിൽ സംസാരിച്ചു. പിന്നീട് ഇവർ പറയുമ്പോൾ ആ രീതിയിൽ അവർക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്ന സ്ഥിതി പല ഘട്ടങ്ങളിലും ആളില്ലാത്ത സന്ദർഭത്തിൽ വിളിച്ചാൽ വന്നില്ലെങ്കിൽ അവർ പോകുമ്പോൾ അവർ വിളിക്കുമ്പോൾ വരണം, ഇതിലെ കൂടിയാണ് പോകേണ്ടത്. അങ്ങനെ പല പ്രാവശ്യം അവർ പോകേണ്ടി വന്നു. കുട്ടികൾക്ക് ഒരു സുരക്ഷിതത്വം നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത് എന്ന ഭയാശങ്കയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. സംസ്ഥാനത്തെ അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലും പരിശോധന നടത്തുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. നിലവിൽ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളിൽ ശക്തമായ നടപടിയെടുക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. അകത്തുള്ള ആൾ പീഡിപ്പിച്ചാലും വെളിയിൽ നിന്ന് വന്നവർ പീഡിപ്പിച്ചാലും അത് വലിയ പ്രശ്നമാണ് എന്നുള്ളതാണ്. സർക്കാർ ഇത്തരം സ്ഥാപനങ്ങളെല്ലാം പരിശോധിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കർശനമായ നടപടിയായിരിക്കും സ്വീകരിക്കുക. കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചാൽ, കുഞ്ഞുങ്ങളെയല്ല, ഇത്തരം സദനങ്ങളിലുള്ള പ്രായം ചെന്ന ആളുകളെ ആയാലും ഹോമുകളിൽ പീഡിപ്പിക്കപ്പെട്ടാൽ വെളിയിലായാലും വേണ്ടില്ല, അകത്തായാലും വേണ്ടില്ല, വളരെ കർശനമായിട്ടുള്ള നടപടി. ഇന്ന് നിലവിലുള്ള നിയമം അനുസരിച്ച് എത്ര ശിക്ഷ കിട്ടുമോ അത്രയും വലിയ ശിക്ഷയിലേക്ക് നയിക്കാൻ കഴിയുന്ന രീതിയിലാണ് സാമൂഹ്യനീതി വകുപ്പ് റിപ്പോർട്ട് ചെയ്യുക. വരൾച്ച നേരിടാൻ കൃത്രിമ മഴ പെയ്യിക്കാനുള്ള സാധ്യത പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്ലൗഡ് സീഡിംഗ് വഴി മഴ പെയ്യിക്കാനുള്ള സാധ്യതയാണ് തേടുക. വരൾച്ച തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നാരോപിച്ച് പ്രതിപക്ഷത്ത് നിന്ന് ഷാഫി പറമ്പിൽ MLA ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ചൂടുകൊണ്ട് ആളുകൾ വിയർത്തൊലിച്ചിരിക്കുമ്പോൾ തണുത്തു വിറങ്ങലിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് ഭൂഷണമല്ലെന്ന് ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി. വരൾച്ച പോലുള്ള വിഷയം ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ അത് തിരഞ്ഞെടുത്ത ജനങ്ങളോടുള്ള അവഹേളനമായി മാറുമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. തുടർന്ന് സംസാരിച്ച ദുരന്ത നിവാരണത്തിന്റെ ചുമതലയുള്ള മന്ത്രി ഇ ചന്ദ്രശേഖരൻ സർക്കാർ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ചു. 2016 സെപ്റ്റംബർ മുതൽ എല്ലാ മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചു. ഒക്ടോബർ മുതൽ എല്ലാ ജില്ലകളെയും വരൾച്ചാ ബാധിതമായി പ്രഖ്യാപിച്ചു. മന്ത്രിമാർക്ക് ജില്ലകളുടെ ചുമതല നൽകി. നവംബർ മുതൽ തന്നെ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിച്ചു തുടങ്ങി. കുടിവെള്ളത്തിന് മാത്രം 22.50 കോടി രൂപ നൽകി. 320 കോടി രൂപ മുടക്കി 9540 കുളങ്ങൾ നവീകരിച്ചു വരുന്നതായി അദ്ദേഹം സഭയിൽ പ്രസ്താവിച്ചു. ക്ലൗഡ് സീഡിംഗ് വഴി കൃത്രിമ മഴയ്ക്കുള്ള സാധ്യത സംസ്ഥാന സർക്കാർ പരിഗണിക്കുന്നതായി മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. ക്ലൗഡ് സീഡിങ്ങിന്റെ പ്രശ്നം, ക്ലൗഡ് സീഡിംഗ് സാധ്യത എന്ന് പറയുമ്പോൾ സാധാരണ നിലക്ക് ഇന്ത്യയിലും വിദേശത്തുമൊക്കെ ഭാഗികമായി വിജയിച്ചൊരു പദ്ധതിയാണ്. ഇങ്ങനെ മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും പരിശോധിക്കാം. ഇത് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ചേരി തിരിഞ്ഞുകൊണ്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. ഇത് നമ്മുടെ നാട് നേരിടുന്ന അതീവ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അക്കാര്യത്തിൽ ഏത് നടപടി സ്വീകരിച്ചും പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ സന്നദ്ധമാണ്. ആവശ്യമായ എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്യുന്നതായിരിക്കും. വരൾച്ചാ സഹായം അഭ്യർത്ഥിക്കുന്നതിനായി സർവകക്ഷി സംഘം പ്രധാനമന്ത്രിയെ കാണാൻ അനുമതി ചോദിച്ചിട്ടും മോദി അനുമതി നൽകിയില്ലെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ധനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ കാണാൻ പറഞ്ഞതിലൂടെ സർവകക്ഷി സംഘത്തെ കാണാൻ പ്രധാനമന്ത്രിക്ക് മനസ്സില്ലെന്നതാണ് തെളിയിക്കുന്നതെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രിയുടെ നിലപാടിനെ O രാജഗോപാൽ ഒഴികെയുള്ള സഭാംഗങ്ങൾ അപലപിച്ചു. സഭയുടെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെ അറിയിക്കണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ വികലാംഗർ എന്ന പദപ്രയോഗം ഒഴിവാക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയെ അറിയിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ കുളങ്ങളും സംരക്ഷിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഹരിത കേരളം പദ്ധതിയിലൂടെ നാശത്തിന്റെ പാതയിലുള്ള ജലസ്രോതസ്സുകളെ പൂർണ്ണമായും വീണ്ടെടുക്കും. ജൈവ പച്ചക്കറികൾക്ക് സർട്ടിഫിക്കേഷൻ നടപ്പാക്കുമെന്നും മന്ത്രി VS സുനിൽകുമാർ ചോദ്യോത്തരവേളയിൽ നിയമസഭയെ അറിയിച്ചു. ജിഷ്ണു പ്രണയുടെ മാതാപിതാക്കൾ പാമ്പാടി നെഹ്റു കോളേജിന് സമീപമെത്തി സഹപാഠികളെ കണ്ടു. കോളേജ് ചെയർമാൻ കൃഷ്ണദാസ് അടക്കമുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കണമെന്ന് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ആവശ്യപ്പെടുമെന്ന് ജിഷ്ണുവിന്റെ മാതാവ് മഹിജ പറഞ്ഞു. അതേസമയം വനഭൂമി കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ നെഹ്റു കോളേജിനെതിരെ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു.
ജിഷ്ണു മരിച്ച 2 മാസം പിന്നിട്ടതോടെയാണ് മാതാപിതാക്കൾ നെഹ്റു കോളേജിന് സമീപമെത്തി സഹപാഠികളുമായി കൂടിക്കാഴ്ച നടത്തിയത്. ജിഷ്ണുവിന്റെ സുഹൃത്തുക്കൾക്കൊപ്പം കോളേജിന് സമീപത്തെ ഭിന്നശേഷിക്കാരുടെ സംരക്ഷണ കേന്ദ്രത്തിലെത്തിയ മാതാപിതാക്കൾ അന്തേവാസികൾക്കൊപ്പം ഭക്ഷണം കഴിച്ചു. ജിഷ്ണുവിന്റെ വാക്കുകളിലൂടെ അടുത്തറിഞ്ഞിരുന്ന ആത്മമിത്രങ്ങളെ നേരിൽ കണ്ടതോടെ അമ്മ മഹിജിയും അച്ഛൻ അശോകനും വിതുമ്പൽ അടക്കാനായില്ല. ശേഷം കേസിന്റെ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുമായി മാതാപിതാക്കൾ സംസാരിച്ചു. പ്രതികളെ പിടികൂടുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നതിലെ അതൃപ്തികൾ നാളെ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അറിയിക്കുമെന്ന് അമ്മ പറഞ്ഞു. മുഖ്യമന്ത്രിയോട് തന്നെ ആദ്യം പോസ്റ്റ്മോർട്ടം അട്ടിമറിച്ച ഡോക്ടറില്ലേ, അവർക്കെതിരെ കേസെടുക്കണം. പിന്നെ പോലീസുമാർ അവർക്കെതിരെയും കേസെടുക്കണം. പിന്നെ അന്ന് വക്കീല് അവർക്കെതിരെയോ നടപടി വേണം. അങ്ങനെയുള്ള ആവശ്യം കൊണ്ടാണ് പോകുന്നത്. അതിനിടെ വനഭൂമി കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ നെഹ്റു കോളേജിനെതിരെ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും നൽകിയ പരാതിയിലാണ് നടപടി. പാലക്കാട് ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരളത്തിൽ നിന്നുള്ള സർവകക്ഷി സംഘത്തിന് പ്രധാനമന്ത്രിയെ കാണാൻ അനുമതി നിഷേധിച്ചത് മനുഷ്യത്വമില്ലായ്മയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അഭ്യർത്ഥന നിരാകരിച്ചതിലൂടെ പ്രധാനമന്ത്രി കേരള ജനതയെ അധിക്ഷേപിച്ചിരിക്കുകയാണ്. വരൾച്ചയും റേഷൻ പ്രതിസന്ധിയും കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിച്ച് പരിഹാരം കാണുകയെന്നത് സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ അവകാശമാണ്. ഇത് നിഷേധിക്കുന്ന പ്രധാനമന്ത്രിയുടെ നിലപാട് പ്രതിഷേധാർഹമാണെന്നും ഇത് തിരുത്തണമെന്നും കോടിയേരി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിലെ മരുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം പാർട്ടി ജനറൽ സെക്രട്ടറി വൈക്കോ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശത്തെ ശെമ്പകവള്ളി ചെക്ക് ഡാം വിഷയവും മുല്ലപ്പെരിയാർ പ്രശ്നവും ന്യൂട്രിനോ പരീക്ഷണത്തിലെ ആശങ്കയും ഒക്കെയായിരുന്നു കൂടിക്കാഴ്ചയിലെ ചർച്ചാ വിഷയം. സെക്രട്ടേറിയറ്റിലെത്തിയായിരുന്നു വൈക്കോ മുഖ്യമന്ത്രിയുമായി അരമണിക്കൂറോളം ചർച്ച നടത്തിയത്. അതേസമയം തന്റെ ആവശ്യങ്ങൾ സംബന്ധിച്ച് പരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി വൈക്കോ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. നാഷണൽ സെക്യുലർ കോൺഫറൻസ് സംഘടിപ്പിച്ച ഫാസിസ്റ്റ് വിരുദ്ധ സംഗമം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ മികച്ച ഫാസിസ്റ്റ് വിരുദ്ധ പോരാളിക്കുള്ള പുരസ്കാരം CPIM ജില്ലാ സെക്രട്ടറി P ജയരാജന് സംവിധായകൻ കമൽ സമ്മാനിച്ചു. CPIM സംസ്ഥാന സമിതി അംഗം MV ജയരാജൻ, CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ, NSC സംസ്ഥാന പ്രസിഡന്റ് PTA റഹീം MLA തുടങ്ങിയവർ സംസാരിച്ചു. PK മേദിനി ഫാസിസ്റ്റ് വിരുദ്ധ സൗഹൃദ ദീപം തെളിയിച്ചു. OK വാസു, സുധീഷ് മിനി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഉത്തർപ്രദേശിൽ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നാളെ. ഇന്ന് നിശബ്ദ പ്രചരണം. പ്രധാനമന്ത്രിയുടെ ലോക്സഭാ മണ്ഡലമായ വാരണാസിയിൽ ഉൾപ്പെടെ 40 ഇടത്താണ് അവസാനഘട്ട പോളിംഗ്. സമാനതകളില്ലാത്ത രാഷ്ട്രീയ ബലാബലത്തിനാണ് വാരണാസി സാക്ഷ്യം വഹിക്കുന്നത്. 2 മാസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് ചൂടിന് വിരാമമിട്ട് അവസാനഘട്ട വോട്ടെടുപ്പിനായി തെക്ക് കിഴക്കൻ UPയിലെ 40 മണ്ഡലങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ 3 ദിവസമായി വാരാണസിയിൽ തങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടാണ് BJP പ്രചരണം നടത്തിയത്. എന്നാൽ സമാനതകളില്ലാത്ത ജനപിന്തുണയാണ് അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധി സഖ്യത്തിന്റെ റോഡ് ഷോയ്ക്ക് ലഭിച്ചത്. അർഹരെ തിരഞ്ഞ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയെന്ന പേരിൽ പ്രവർത്തകർക്കിടയിൽ ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിൽ സമാജ്വാദി കോൺഗ്രസ് സഖ്യത്തിന് ലഭിച്ച പിന്തുണയിൽ BJP നേതൃത്വം ആശങ്കയിലാണ്. ദളിത് മുസ്ലിം ഏകീകരണം ലക്ഷ്യമിട്ടുള്ള മായാവതിയുടെ പ്രചരണം അവസാന ഘട്ടങ്ങളിൽ ജനശ്രദ്ധ ആകർഷിച്ചു. ബീഹാറിലേതുപോലെ വിദ്വേഷ അന്തരീക്ഷം കണ്ടില്ലെങ്കിലും സാമുദായിക ധ്രുവീകരണം അവസാന ദിനങ്ങളിൽ പ്രകടമായിരുന്നു. 2012 40 മണ്ഡലങ്ങളിൽ 27 സീറ്റുകൾ നേടി സമാജ്വാദി പാർട്ടി വ്യക്തമായ ആധിപത്യം നിലനിർത്തിയതാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പിന്തുണയനുസരിച്ച് വാരാണസിയിലെ മുഴുവൻ മണ്ഡലങ്ങളും BJPക്ക് ലഭിക്കേണ്ടതാണ്. അതിനാൽ തന്നെ വാരാണസിയിലെ ഒരു മണ്ഡലത്തിലെ തോൽവി പോലും BJPക്ക് കനത്ത പ്രഹരം ഏൽപ്പിക്കുന്നതാണ്. അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധി സഖ്യത്തിന് ആദ്യഘട്ടത്തിലേതുപോലെ ജനകീയ പിന്തുണ അവസാന നാളുകളിൽ നിലനിർത്താനായിട്ടില്ലെന്നാണ് BJPയുടെ ആരോപണം. സാമൂഹ്യ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുള്ള പ്രചരണങ്ങൾക്കാണ് BJP ക്യാമ്പ് ലക്ഷ്യം വെച്ചതും. മനുശങ്കർ, ദില്ലി. അസ്ഥിരോഗ ചികിത്സാ സ്ഥാപനമായ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലിന്റെ കൊച്ചി ഇടപ്പള്ളി ബ്രാഞ്ചിന്റെ പ്രവർത്തനം ആരംഭിച്ചു. പ്രകൃതി ഗ്രൂപ്പ് MD ഷെഫി താഷ്കറിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ എസ് ശർമ്മ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രകൃതി ഗ്രൂപ്പിന്റെ 4ാമത്തെ ശാഖയാണ് ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചത്.